ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അക്കാദമിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പാഠഭാഗങ്ങളൊക്കെ ഓരോന്നായി പഠിച്ചു തുടങ്ങി. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ പാഠമാണ് ബീർബഹൂട്ടി എന്ന് പറയുന്നത്. ബീർബഹൂട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠം നിങ്ങൾക്കറിയാം. ഇത് എഴുതിയിരിക്കുന്നത് പ്രഭാതിജിയാണ്. ഇതൊരു കഹാനിയാണ്. അതിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ അസ്ത്ര ബാച്ചുകളിൽ ഗംഭീരമായ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അസ്ത്ര 2.0 ബാച്ചിൽ പരിമിതമായ സീറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി കുറേ കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഏറ്റവും നല്ല അവസരമാണ്. നിങ്ങൾക്ക് കേവലം 3499 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മനോഹരമായിട്ട് പഠിച്ച് ഗംഭീരമായ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയ ഗോൾഡൻ അവസരമാണ്. അതുകൊണ്ട് താഴെ കാണുന്ന നമ്പർ 9995400800 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ അസ്ത്ര ബാച്ചുകൾ ജോയിൻ ചെയ്ത് ഗംഭീരമായി പഠിച്ച് ഫുൾ മാർക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബീർബഹൂട്ടി എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇത് കഹാനിയാണ്, പ്രഭാതിജിയാണ് ഇതെന്ന് പറഞ്ഞു. ഈ പാഠത്തിലെ ഒന്നാമത്തെ ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ. ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് മഴ പെയ്ത് കഥ നടക്കുന്ന രാജസ്ഥാനിലാണ്. മഴ തകർത്ത് പെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സാഹിലും ബേലയും ബീർബഹൂട്ടികളെ തെരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന രംഗമാണ് ആദ്യമായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇതാണ്. ഇവിടെയാണ് അത് വരുന്നത്. നോക്ക് മക്കളെ. ഉനേ ബീർബഹൂട്ടിയും സേ മിൽന ഹോത്താത, അവർക്ക് ബീർബഹൂട്ടികളെ കാണണമായിരുന്നു. സോ അതുകൊണ്ട് വേ സ്കൂൾ കേലിയെ ഗർസെ, അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുച്ച് സമയ പഹലേ നിക്കലാത്തതേ, കുറച്ച് സമയം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമായിരുന്നു. കസ്ബേസെ സട്ടയിൻ ഖേത്തോമേ, പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വയലുകളിൽ ബീർബഹൂട്ടിയാം കോജാ കർത്തേതേ, അവർ ബീർബഹൂട്ടികളെ നോക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു ബീർബഹൂട്ടികൾ? സുർക്ക്, ചുവന്നതും മുലായം സോഫ്റ്റും ഗദ്ബദി ഗ്ലൈസിംഗ് ഉള്ളതുമായ ബീർബഹൂട്ടികളാണ്. ബീർബഹൂട്ടിയാം കൈസെ ഹോത്ത എന്ന് ചോദിച്ചാൽ സുർക്ക്, മുലായം, ഗദ്ബദി ബീർബഹൂട്ടിയാം എന്നാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി, ഭൂമിയിലൂടെ ഓടി പാഞ്ഞു നടക്കുന്ന ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തയും, രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികളെ പോലെയാണ് അവ തോന്നുന്നത്. ഉൻകെ ബസ്തേ, അവർ അവരുടെ ബാഗുകൾ ഉൻകി പീട്ട് പർ ലതേ ഹോത്തെ, അവരുടെ പുറത്തേക്ക് കയറ്റി വെക്കുന്നു. കന്തോം പർ ടെക്കേ ഹോത്തെ, അവർ ഷോൾഡറിൽ അതിന്റെ വള്ളി കൊളത്തിടുന്നു. വേ എന്നിട്ട് വേ ഏക് ദൂസരേക്ക് ബോത്ത് നസ്ദീക് രേക്കർ, ഒരാൾ മറ്റൊരാളുടെ വളരെ തൊട്ടടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് ബൽക്കി കഹനാ ചായേ, പക്ഷെ ഇങ്ങനെ പറയണം, ബിൽക്കുൽ സഡ്കർ, പൂർണ്ണമായി ഒട്ടിയിട്ട് ബീർബഹൂട്ടിയാം കുച്ചത്തേതേ, ബീർബഹൂട്ടികളെ തെരിയുമായിരുന്നു. ഉനേ ദേക്കിനേക്കിലേ, അവയെ കാണാൻ വേണ്ടി ബാരിഷ് കി ഗന്ധ് ഭരി, മഴയുടെ ഗന്ധം നിറഞ്ഞു കിടക്കുന്ന ബുരി ജമീൻ പർ, ബ്രൗൺ കളറുള്ള ഈ മണ്ണിൽ വൈറ്റ് ജായ കത്തെ, മണ്ണിൽ ഇരുന്നു കൊണ്ട് അവർ നോക്കുമായിരുന്നു. ആ രംഗമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ മക്കളെ, ആ സമയത്ത് ബീർബഹൂട്ടികളെ തിരയുന്ന സമയത്ത് സാഹിലും ബേലയും സംസാരിക്കുന്ന പാഠഭാഗമാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് അവർ ബീർബഹൂട്ടിയെ തിരയുന്ന സമയത്ത് സംസാരിക്കുന്നത്? ബേല, നോക്കൂ, ഇത് ബേലയാണ്, ഇത് സാഹിലാണ്. അവർ പറയാണ്, ബേല ബേലേ ദേക്കോ, നോക്കൂ, ഈസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ കളർ തുമാരെ റിബൺ കെ ജൈസെ ലാൽ ഹെ, നിന്റെ തലയിൽ അണിഞ്ഞിരിക്കുന്ന ഈ റിബണുകൾ പോലെ ചുവന്നതാണ്. സാഹിലിനെ കഹ, സാഹിൽ ബേലയോട് പറഞ്ഞു. സാഹിൽ ഒന്നും മിണ്ടിയില്ല. വീണ്ടും സാഹിൽ ചോദിച്ചു, ബേല ഒന്നും മിണ്ടിയില്ല. അപ്പൊ സാഹിൽ വീണ്ടും ചോദിച്ചു, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ട ബേലെന്ന്? ഹാം സുനാ, ഞാൻ കേട്ടു. പഹലി ഗണ്ടിയിലേക്ക്, ഞാൻ സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചത് കേട്ടു എന്നാണ് ബേല പറയുന്നത്. ലേക്കിൻ മുച്ചേ, എന്നാൽ എനിക്ക് പെൻമേ സ്യാഹി ബി ബർവാനിയെ, എനിക്ക് പേനയിൽ മഷി നിറക്കുകയും വേണം. ദൂക്കാൻസി, കടയിൽ നിന്ന്. ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് മക്കളെ നിങ്ങൾ കാണുന്നത്. ഇവിടെയിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു പടുക്കഥയോ ഒരു വാർത്താലാപമാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അതുവരെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ബീർബഹൂട്ടി കിസ്കി രചന ഹേ, പ്രഭാത് की रचना है, ബീർബഹൂട്ടി किस प्रकार की रचना है, कहानी है, ബീർബഹൂട്ടിയാം കൈസെ ഹോത്തയെ, സുർക്ക് മുലായം ഗദ്ബദി ബീർബഹൂട്ടിയാം, അതായത് സുർക്ക് മുലായം ഗദ്ബദി ബീർബഹൂട്ടിയാം. ഇത്രയാണ് 1 വേർഡായിട്ട് വരാനുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് പ്രസ്തുത പാഠഭാഗ, ഈ പാഠഭാഗം വന്നിട്ട് പ്രസ്തുത പാഠഭാഗ പടുക്കഥ തയ്യാർ കീജിയെ, അല്ലെങ്കിൽ വാർത്താലാപ് തയ്യാർ കീജിയെന്ന്. അങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെ നമുക്ക് എഴുതാം? നമ്മൾ വാർത്താലാപോ പടുക്കഥയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ വാർത്താലാപ് പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പടുക്കഥ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാർത്താലാപ് എഴുതാൻ പറ്റും, നമുക്ക് പടുക്കഥ എഴുതാൻ പറ്റും. അപ്പോൾ ചോദ്യം ഇതാണ് മക്കളെ, നോക്ക്. സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയ, സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ ബീർബഹൂട്ടിയോ കോ കോച്ചത്തെ ഹേ, ബീർബഹൂട്ടികളെ തെരയുന്നു. പ്രസ്തുത പാഠഭാഗ പടുക്ക തയ്യാർ കീജിയെ, ആ പാഠഭാഗത്തിന്റെ പടുക്ക തയ്യാറാക്കാൻ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്ഥാന, സമയ, പാത്ര, ഉമ്ര, വേഷഭൂഷ, ചാൽചലൻ, ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വേണം, ദൃശ്യം എഴുതിയതിനു ശേഷം വേണം നമ്മൾ സന്ദർഭത്തിലേക്ക് പോകാൻ. അതായത് സ്ഥാൻ,
കസ്ബെ സെ സട്ടാ ഹുവ ഖേത്ത്, പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഖേത്ത് വയൽ. സമയ് സുബഹ് 9 ബജെ, രാവിലെ 9 മണി. പാത്ര സാഹിൽ ഓർ ബേല, സാഹിലും ബേലയുമാണ് കഥാപാത്രങ്ങൾ. പാത്രോം കി ഉമ്ര, കഥാപാത്രങ്ങളുടെ വയസ്സ് കരീബ് 11 സാൽ, കരീബ് എന്ന വാക്കിനർത്ഥം ഏകദേശം 11 വയസ്സ്. വേഷഭൂഷ, അവരുടെ കോസ്റ്റ്യൂംസ് സ്കൂളി വർദ്ധി, വർദ്ധി എന്ന വാക്കിനർത്ഥം യൂണിഫോം. ചാൽ ചലൻ, ആ സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് മൈൻഡും എന്താണ്? മുസ്കുരാത്തെ ചേഹരെ, പുഞ്ചിരിക്കുന്ന മുഖമാണ്. ഖുഷി ക ദിൽ, സന്തോഷത്തിന്റെ മനസ്സുമാണ്. പിന്നെ അവിടെ നടക്കുന്ന സന്ദർഭം എന്താണ്? സീൻ എന്താണ്? സാഹിൽ ഓർ ബേല വീർ ബോട്ടിയോക്ക് ദേഖ് രേ, സാഹിലും ബേലയും വീർ ബോട്ടികളെ തെരയുന്നു. അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നു. ഇത്രയും പഠിക്കതയ്ക്ക് നമ്മൾ അനിവാര്യമായി ഇതേണ്ട കാര്യമാണ്. ഇനി നമ്മൾ എഴുതുന്നത് വാർത്താലാപം മാത്രമാണെങ്കിൽ ഇത് മതി. പക്ഷേ ഇത് ചേർത്ത് വേണം. പഠിക്കത ആണെങ്കിൽ ഇത്രയും ആദ്യം എഴുതിയതിനെ കൂടെ ചേർത്ത് പറയുകയും വേണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, ബേല പറയാണ് സാഹിൽ ദേക്കോ, സാഹിലെ നോക്കൂ. ആ സന്ദർഭത്തെ നമ്മൾ നമ്മുടേതായ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നോക്കുക, ആ സന്ദർഭത്തെ ടെക്സ്റ്റിലുള്ളതിൽ നിന്ന് കുറച്ചുകൂടി വലുതാക്കണം. നമ്മൾ തിരക്കഥയാക്കുക എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തെ നമ്മുടേതായ കുറച്ച് വരികൾ ചേർത്ത് സന്ദർഭമായി റിലേറ്റഡ് ആയ വരികൾ എഴുതുക എന്നുള്ളതാണ്. നോക്ക്, ബേല സാഹിൽ ദേക്കോ, സാഹിലെ നോക്കൂ. സാഹിൽ ക്യാ ഹേ ബേല, എന്താണ് ബേലെ? ബേല ദേക്കോ സാഹിൽ, നോക്കൂ സാഹിലെ, കുച്ച് ജീവിയാ ഹേ, കുറച്ച് ജീവികളെ കണ്ടോ? അപ്പൊ സാഹിൽ ഓഹോ ബേല, ഓഹോ ബേലെ, ഈ വീർബോട്ടിയാം ഹേ, ഇത് വീർബോട്ടികളാണ് ബേലെ. അപ്പൊ ബേല വാ ദേഖ്നെ മേ കിത്തനാ സുന്ദർ ഹേ, കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പൊ സാഹിൽ ദേഖോ ബേല, നോക്കൂ ബേലെ, ഇസ്കാ രംഗ്, ഇവിടെ കളർ തുമാരെ റിബൺ ജൈസ ലാൽ ഹേ, നിന്റെ തലയിലണിഞ്ഞ റിബണുകൾ പോലെ അതീവമായ ചുവപ്പ് കളറാണ്. ബേല ലാൽ രംഗ മുച്ചെ ബോത്ത് പസന്ദേ സാഹിൽ, ചുവന്ന കളർ എനിക്ക് വലിയ ഇഷ്ടമാണ് സാഹിലെ. അപ്പൊ സാഹിൽ ബേല ലാൽ റിബൺ ബാന്തിനെ പർ, ഈ ചുവന്ന റിബൺ നീ അങ്ങോട്ട് കെട്ടുമ്പോഴേക്കും തും ബൗത്ത്, നീ വളരെയധികം ഖൂബ്സൂരത്ത് ബൻ ജാത്തി ഹേ, സുന്ദരിയായി മാറുന്നുണ്ട് ബേലെ. ബേല വീർബോട്ടിയോങ്കോ ദേഖ് രഹേ, അത് പറഞ്ഞപ്പം ബേല വീർബോട്ടികളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സാഹിൽ തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ട ബേലെ എന്ന് ചോദിച്ചു. അപ്പോ ബേല പറയാ ഹാം സുനാ ഹേ, ആ ഞാൻ കേട്ടു സാഹിലെ. സ്കൂൾ കി പഹലി ഗണ്ടിയിലേക്ക്, സ്കൂളിലെ ഫസ്റ്റ് ബെല്ലടിച്ച് ഞാൻ കേട്ടു. ഇവൻ വളരെ മനോഹരമായിട്ടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അവളത് മിണ്ടായിരുന്നു പറഞ്ഞു, ഞാൻ സ്കൂൾ ബെല്ലടിച്ചത് കേട്ടു. അപ്പൊ സാഹിൽ തോ ചലോ എന്നാ നടക്ക്. മുച്ചേ പെൻമേ, എനിക്ക് പേനയിൽ സ്യാഹിബി ബർവാനിഹെ, മഷി നിറയ്ക്കണം. ദൂക്കാൻ സെ, കടയിൽ നിന്ന്. ബേല തോ ജൽദി ചലോ സാഹിൽ, എന്നാ പെട്ടെന്ന് നടക്കൂ സാഹിലെ. ദോനോ ദുക്കാൻ കീ ഓർ ജാത്തേ, രണ്ടാൾ ദുക്കാൻ കീ ഓർ എന്നാൽ രണ്ടുപേരും കടയിലേക്ക് പോകുന്നു. ഇതാണ് മക്കളെ വാർത്താലാപമായി ചോദിച്ചാൽ ഇത്രയും എഴുതണം. പഠിക്കത് ചോദിച്ചാൽ ആദ്യം കാണിച്ച ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാൻ. 4 മാർക്കാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഭാഗം. പാഠങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ട് 6 സന്ദർഭങ്ങളാണുള്ളത്. സാഹിലും ബേലയും വീർബോട്ടിലെ തെരയുന്ന ഈ പാഠഭാഗം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചോദ്യം. ഇനി അടുത്ത് വരുന്നത് കടയിൽ മഷി വാങ്ങാൻ പോകുന്ന രംഗമാണ്. കടയിൽ മഷി വാങ്ങാൻ പോകുന്ന പാഠം ടെക്സ്റ്റ് ബുക്കിലെ ഏത് ഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്? ഈ ഭാഗമാണ്. നോക്കൂ, നമുക്കതൊന്ന് നോക്കാം. ആ ഭാഗമാണ് ഞാൻ സ്ക്രീനിൽ നിങ്ങൾ വെച്ചിരിക്കുന്നത്, കാണുന്നുണ്ടാവും അല്ലേ? നോക്കൂ മക്കളെ, പെൻമേ കുച്ച് സ്യാഹി ബച്ചിരി, പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ, അതിനെ സാഹിൽ ജമീൻ पर छिड़क दिया, മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞു. കടയിൽ മഷി വാങ്ങാൻ പോവുകയാണ്. നൈ സ്യാഹി ബർവാനെ കെ ലിയെ, പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി ദുക്കാൻ पर പൗഞ്ചി, കടയിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നു. ഒരു പുലേര ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ പേനയിലുള്ള മഷിയെ കുടഞ്ഞ് കടയിലേക്ക് അങ്ങോട്ട് കയറുക. മഷി വേണ്ടത് സാഹിലിനാണ്, സംസാരിക്കുന്നത് ബേലയാണ്. എന്താ പറഞ്ഞത്? ഏക് പെൻ സ്യാഹി ബർദോ, ഒരു പേനയിൽ മഷി തരോ. സാഹിൽ സെ പഹലേക്ക്, സാഹിൽ പറയുന്നതിന് മുമ്പേ തന്നെ ബേലാനെ ദുക്കാൻ വാലെ സേ കക, ബേല കടക്കാരനോട് പറഞ്ഞു. അപ്പോ കടക്കാരൻ പറഞ്ഞു, ബേഠാ കുഞ്ഞേ, സ്യാഹി കി ബോത്തൽ അബി അബി കാലി ഹോ ഗയി, മഷിയുടെ ബോട്ടൽ ദാ ഇപ്പോഴങ്ങോട്ട് കാലിയായിട്ടുള്ളൂ. അബത്തോ കൽഹി മിൽ പായേഗി, ഇനി അത് നാളെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ ബേല പറയാണ്, ലേക്കിൻ എന്നാൽ ഇസ്നേത്തോ, ഇവനുണ്ടല്ലോ പെൻമേൻ ജോ സ്യാഹിദി, പേനയിൽ എത്ര മഷി ഉണ്ടായിരുന്നോ, ഉസേ ബി അതും കൂടെ ജമീൻ പർ മണ്ണിലേക്ക് ചിടക്ക് ദിയ, കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, ആര് പറഞ്ഞു? ബേല പറഞ്ഞു. അത് കേട്ട സമയത്ത് കടക്കാരൻ പറയുന്നത് പ്രസിദ്ധമായ വരിയുണ്ട്, ബാദൽ കോ ദേക്കർ, കാർമേഘത്തെ കാണുമ്പോഴേക്കും ഗഡേക്കോ നിഹി ധുലന ചയ്യെ, പാത്രം കമത്തുന്ന പരിപാടി പറ്റില്ല. ഇത് നടക്കുന്നത് രാജസ്ഥാനിലാണ്. അവിടെ വല്ലപ്പോഴൊക്കെ മഴ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അവർ മഴ ലഭിക്കുന്ന സമയം, മഴ ലഭിക്കും പരമാവധി വെള്ളം ശേഖരിച്ച് വെക്കും. കാർമേഘത്തെ കണ്ടപ്പോൾ നിലവിലുള്ള പാത്രത്തിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വീടിന് മുന്നത്ത് കൊണ്ടുവെക്കുന്നു. മേഘം ഒരു അരമണിക്കൂർ അവിടെ നിന്ന് അടുത്ത പഞ്ചായത്തിലേക്ക് മഴ പെയ്യാൻ പോകുന്നു. ഉള്ള വെള്ളം പോയില്ലേ, ആ ഒരു പഴഞ്ചൊല്ലാണ് അവിടെ നിന്നുള്ളത്. അപ്പോൾ അതുപോലെ കാർമേഘത്തെ കാണുമ്പോഴേക്ക് പാത്രം കമത്തുന്ന പരിപാടി പറ്റില്ല. ദൂക്കാൻ വാലെ ബയ്യനെ കാ, കടക്കാരൻ പയ്യൻ പറഞ്ഞു, സഹോദരൻ പറഞ്ഞു. അവർ പൂച്ച എന്നിട്ട് ചോദിച്ചു, കോൺസി മേം പഠിത്തേക്കോ, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത് ചോദിച്ചു. ആ സമയത്താണ് സാഹിൽ വായ തുറക്കുന്നത്. 5വീ മേം, 5ല്. സാഹിലിനെ, സാഹിൽ ഐസി അങ്ങനെ ബുരേ മനസ്സ്, തകർന്ന മനസ്സോടി ബത്തായ പറഞ്ഞു,
ജൈസെ പാഞ്ചവിമേ പഠന പാപഹോ, അവൻ്റെ സംസാരം കേട്ട 5ാം ക്ലാസ് പഠിക്കുന്നത് പാവമാണെന്നൊരു തോന്നൽ അല്ലേ. നീ എത്രയിലാണ് പഠിക്കുന്നത്? ഞാനോ 5ാം ക്ലാസ്സിൽ എന്ന രൂപത്തിലാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ദോനവും നിങ്ങൾ രണ്ടുപേരും ദുക്കാൻ വാലേ ബയ്യനെ കടക്കാരൻ ചോദിച്ചു. അപ്പോൾ ഹാം ദോനവും അതെ ഞങ്ങൾ രണ്ടുപേരും ഓർ ഹാം ദോനോ കാ സെക്ഷൻ ബി എക്ക് ഹി ഹേ, ഞങ്ങൾ രണ്ടാളി ഡിവിഷനും ഒന്ന് തന്നെയാണ്. ഏ ബേലാനെ ബേല ഐസെ ഖുഷ് ഹോക്കർ, ബേലയാണെങ്കിൽ വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടി ബത്തായ പറഞ്ഞു ജൈസെ എങ്ങനെയെന്നാൽ യേ കോയി ബോത്ത് ബടി ബാത്ത് ഹോ, അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് എന്തോ ഒരു മഹാസംഭവ കാര്യം എന്ന രൂപത്തിലാണ് ആരത് അവതരിപ്പിച്ചത്, ബേലെ അവതരിപ്പിച്ചത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മക്കളെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കഥ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാർത്താലാപ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പരീക്ഷയ്ക്ക് ഈ 4 മാർക്ക് അടിച്ചെടുക്കാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സന്ദർഭം നോക്കുകയുള്ളൂ. സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയം ദുക്കാൻ മേ, സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ കടയിൽ സ്യാഹി ബർവാനേക്കു മഷി നിറപ്പിക്കാൻ ജാത്തെ ഹെ പോകുന്നു. പ്രസ്തുത പാഠഭാഗക്ക പടുക്കഥ തയ്യാറാക്കിയേ, ആ പാഠഭാഗത്തിന് പടുക്ക തയ്യാറാക്കാൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാൻ സ്കൂൾ കെ പാസ് കാ ദുക്കാൻ, സ്കൂളിൻ്റെ അടുത്തുള്ള ദുക്കാൻ എന്ന് മാത്രം എഴുതിയാൽ മതി. സമയ് സുബഹ് 9 ബജെ, രാവിലെ 9 മണി. പാത്ര സാഹിൽ ബേല और ദുക്കാൻദാർ, സാഹിലുണ്ട് ബേല ഉണ്ട് കടക്കാരനുണ്ട്. പാത്രവും കി ഉമ്മർ, കഥാപാത്രങ്ങളുടെ വയസ്സ് സാഹിൽ ഓർ ബേല 11 സാൽ, സാഹിലും ബേലയ്ക്കും 11 വയസ്സാണ്. ദുക്കാൻദാർ കടക്കാരന് ലഗ്ഭഗ് ഏകദേശം 50 സാൽ, നമ്മളൊരു 50 വയസ്സാണ് കൊടുക്കുക. പാഠത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നില്ല, അത് നിങ്ങൾക്ക് 25 30 നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കാം. വേഷഭൂഷ അതെന്താണ്? സ്കൂളി വർദ്ധി, സാഹിലും ബേലയും സ്കൂളി വർദ്ധിയാണ്. സ്കൂളി വർദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിഫോം. ദുക്കാൻദാർ മാമൂലി കപ്പട, മാമൂലി കപ്പട എന്ന് പറഞ്ഞാൽ സാധാരണ വസ്ത്രം, അതിൽ ലുങ്കിയോ ബനിയനോ ഷർട്ടോ എന്തെങ്കിലും കിട്ടുണ്ടാവും. ചാൽ ചലൻ അവരുടെ ബോഡി ലാംഗ്വേജ് മൈൻഡ് 3 പേര് എന്താണ്? തേജീസ് ദ്രുതഗതിയിലാണ്. സ്കൂൾ ബെല്ലടിച്ചു, സാഹിലും ബേലയ്ക്ക് മഷി വേണം, കടക്കാരൻ മഷി ഇവിടം തിരഞ്ഞു നോക്കുന്നു, അങ്ങനെയുള്ള സംഭവം. സാഹിൽ ഓർ ബേല, സാഹിലും ബേലയും ദുക്കാൻ കെ സാമനെ ഗഡേഹ, കടയുടെ മുൻപിൽ ഖടാഹെ നിൽക്കുന്നു. ഇതാണ് ദൃശ്യം. ദുക്കാൻദാർ സെ, കടക്കാരനോട് സ്യാഹി ബർവാനയ്ക്ക് മഷി നിറപ്പിക്കാനുള്ള തയ്യാറി മെഹെ, തയ്യാറെടുപ്പിലുമാണ്. ഇതാണ് സന്ദർഭം, ദൃശ്യം നോക്ക്, അല്ലെങ്കിൽ സീന. അപ്പോൾ നോക്ക്, ഇനി അവിടെ നടക്കുന്ന സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. ബേല ജി ഏക പെൻ സ്യാഹി ബർദോ, ജി പേനയിലേക്ക് മഷി നിറച്ചു തരും. ദുക്കാൻദാർ ബേഠാ കുഞ്ഞേ സ്യാഹി കി ബോത്തൽ അബി അബി കാലി ഹോ ഗയി ഹേ, മഷിയുടെ ബോട്ടൽ ഇപ്പം അങ്ങോട്ട് കാലിയായിട്ടുള്ളൂ. അപ്പം സാഹിൽ ഉദാസ് ബാബുസെ, അവനാകെ തകർന്ന് മൂഡ് ഓഫ് ആയിട്ട്, അബ് തോ ക്യാ കരെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പം ബേല ജി ലേക്കിൻ ഇസ്നേത്തോ, എന്നാൽ ഇവനുണ്ടല്ലോ പെൻമേ ജോ സ്യാഹിദി, പേനയിൽ എത്ര മഷി ഉണ്ടായിരുന്നോ ഉസേബി അതും കൂടി ജമീൻ പർ മണ്ണിലേക്ക് ചിടുക്കുതിയ, ഇവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പോൾ ദുക്കാൻദാർ ബാദൽക്കോ ദേക്കർ, കാർമേത്തെ കാണുമ്പോഴേക്കും ഗഡേക്കോ നെഹിഡുലന ചായേ, പാത്രത്തെ കമത്തുന്ന പരിപാടി പറ്റില്ല മക്കളെ. അപ്പോൾ ബേല ആപ്പിനെ സഹി കഹ, നിങ്ങൾ കറക്റ്റാ പറഞ്ഞത്. ദുക്കാൻദാർ ടീക്കേ കോൻസേമേ പഠിത്തേ ഹോ, അട്ടെ നിങ്ങൾ എത്രയിലാണ് മക്കളെ പഠിക്കുന്നത്? സാഹിൽ ബുരേ മനസ്സേ, തകർന്ന മനസ്സോടി 5വീമേം 5ാം ക്ലാസ്സിൽ. ദുക്കാൻദാർ ദോനോം നിങ്ങൾ രണ്ടുപേരുമോ? ബേല ഉത്സാഹസേ, അവളെ വളരെ ആവശ്യത്തോടു കൂടി. ഹാഞ്ചി ദോനോം അതെ ഞങ്ങൾ രണ്ടുപേരും. ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഡിവിഷനും ഒന്ന് തന്നെയാണ്. എ എന്നിട്ടോ സാഹിൽ ഓർ ബേല, ഇത് പറഞ്ഞുകൊണ്ട് സാഹിലും ബേലയും ജൽദി വേഗത്തിൽ സ്കൂൾ കി ഓർ സ്കൂളിലേക്ക് ജാനിലേക്ക് പോകാൻ നോക്കുന്നു. ഇതാണ് മക്കളെ രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടുക്കഥ അല്ലെങ്കിൽ വാർത്താലാപ്. ഓക്കെ, ഇനി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സുരേന്ദ്ര മാഷാണ്, അദ്ദേഹം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംഭവങ്ങളുണ്ട്. ആ ഭാഗം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമുക്ക് പേജ് നമ്പർ 10 നമ്മളിതാ ഇവിടെയാണ് അത് പഠിക്കുന്നത്. ഓക്കെ, ആ ഭാഗം എന്താണ്? ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ മക്കളെ, ഗണിത് കെ മാഷ് സാബ്, മാത്തമാറ്റിക്സിന്റെ മാഷ് सुरेंद्र जी, अब साहिल और बेला के स्कूल के गणित के अध्यापक का नाम क्या है? सुरेंद्र जी. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, സുരേന്ദ്ര ജി സാഹിൽ और बेला के स्कूल के कौन सा विषय का अध्यापक है? ഗണിത് കെ എന്ന് പറയണം. അപ്പോൾ ഗണിത് കെ മാഷ് സാബ് കണക്കിന്റെ അധ്യാപകൻ. സുരേന്ദ്ര ജി കാ പീരീഡ്, സുരേന്ദ്രജിയുടെ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ താ, കളിബെല്ലിന് ശേഷം എന്ന് പറഞ്ഞാൽ PT പീരീഡിന് ശേഷമാണ് വരുക. അതുകൊണ്ട് PT പീരീഡ് കഴിഞ്ഞാൽ മാത്സ് ആണ്. പക്ഷേ ബച്ചേ ഉൻസെ കാംതേത്, കുട്ടികൾക്ക് ഈ മാത്സിൻ്റെ സാറിന് ഭയങ്കര പേടിയ, പോരാ കടുകട്ടിയുള്ള വിഷയം, അതിനൊരു ഭീകര ജീവിയായ മാഷ് പഠിപ്പിക്കാനും. ഓർ ഖേൽഗണ്ടി ബന്ധു ഹോനേസ്, അതുകൊണ്ട് തന്നെ PT പീരീഡ് സ്റ്റോപ്പ് ആകുന്നതിൻ്റെ 2 മിനിറ്റ് പഹലേഹി, 2 മിനിറ്റ് മുമ്പേ തന്നെ അപ്പനി ജഗോം പർ, ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ ആക്കർ ബൈഡി ജാത്തേത് വന്നിരിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ കളി കഴിഞ്ഞ് മതി 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 വേഗം വാ നമ്മൾ ക്ലാസ് പോയിരിക്കുക, അത് സുരേന്ദ്ര മാഷ് മാത്സ് ആണ് എന്ന് പറഞ്ഞാൽ ക്ലാസ് പോയിരിക്കുന്നതിന് ശേഷം ബെല്ലടിച്ച് കഴിഞ്ഞാൽ ആകെ പേടിക്കാവും.
സുരേന്ദ്ര ജി മാഡ് സാബ്, സുരേന്ദ്ര മാഷ് ഇസി ഈ പീരീഡ് മേ കോപ്പി ജാഞ്ച് കോപ്പി ജാഞ്ച് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെക്ക് ചെയ്യുക, തലേന്ന് കൊടുത്ത് ഹോംവർക്ക് ചെക്ക് ചെയ്യും. ഇദ്ദേഹത്തിന്റെ പ്രത്യേകം എന്താ? ജരാസി അല്പമെങ്കിലും ഗലത്തി പെർ മിസ്റ്റേക്ക് വന്നാൽ ബച്ചോങ്കോ കുട്ടികളെ ഇതർ ഉദർ ഇവിടേക്കോ അവിടേക്കോ ഫേങ്ക് ദേത്തെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കളെ എടുത്തെറിയാണ് ഈ മനുഷ്യൻ. മക്കൾ ചുമരുടെ മുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ കളിക്കുന്നു. ഓക്കെ, യാ അല്ലെങ്കിൽ ചാപ്പട് മാറലേക്തേ നിർത്താതെ തല്ലും. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ ഈ മനുഷ്യന്റെ കൈ തല്ലാൻ തുടങ്ങിയാൽ രുക്കന ബുൾജാത്തായെ നിർത്താൻ മറന്നുപോകും. അങ്ങനത്തെ ഒരു ഭീകര ജീവി അധ്യാപകനാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഏക് ദിൻ ഒരു ദിവസം സുരേന്ദ്രജി മാഡ് സാബിനെ സുരേന്ദ്ര മാഷ് ബേലാക്കെ ബാലോമേ ബേലയുടെ ബാൽ എന്ന് പറഞ്ഞാൽ മുടിയിൽ പഞ്ച ഫസായ 1 2 3 4 5 ഈ 5 വരലും കൂടി കൂട്ടി മുടി പിടിച്ചു. പർ എന്നാൽ ഷായദ് ഗിസ് ഗലത്തിക്കോ എന്നാൽ ഏതൊരു മിസ്റ്റേക്കിനെ പാക്കർ കണ്ടിട്ട് വേ ഉസ്കെ ബാൽ അദ്ദേഹം അവളുടെ മുടി പക്കടിക്കർ പിടിച്ചിട്ട് ഫേങ്കിനെ വാലേതെ വലിച്ചെറിയാൻ പോവുകയായിരുന്നു. ഗലത്തി പക്ഷേ അത് തെറ്റായിരുന്നില്ല. ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായിരുന്നില്ല. ഉനോനെ ബേലാക്കോ ചോർ ദിയ അദ്ദേഹം ബേലയെ പിടിവിട്ടു. എന്നിട്ടോ അപ്പം ബേലേനെ എങ്ങനെ വിളിച്ചിട്ട് ബേലെ നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ ഇവിടെ കൊണ്ടുപോടിയെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ എന്തെന്നാണ് ഇതിൻ്റെ അകത്ത് നീ എഴുതി വെച്ച് മിസ്റ്റേക്ക് അല്ലേ എന്നാ സോറി മോളെ എന്ന് പറഞ്ഞോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു? തെറ്റായിരുന്നു. ഉനോനെ ബേലാക്കോ ചോർ ദിയ ബേലാക്കെ ഭയബീദ് ചേഹരോക്കോ ദേക്കർ ആ സമയത്ത് ബേലയുടെ ഭയബീദ് പേടി നിറഞ്ഞ ചേഹരേക്കോ മുഖത്തെ ദേക്കർ കണ്ടിട്ട് സാഹിൽ ഭൂരി തടറുകയ അവിടെ കുത്തിരുന്ന് സാഹിൽ ഇങ്ങനെ നോക്കുക. അവളുടെ മുഖം കണ്ടപ്പോൾ സാഹിൽ ആകെ അസ്വസ്ഥനായി. ഉസ്നെ ദേക്കാക്കി അവൻ കണ്ടുക്കി എന്തെന്നാൽ ബേലാക്കെ പാവ് ബേലയുടെ കാല് അബീബി കാമ്പരഹരെ അവളുടെ കാൽമുട്ട് ഇങ്ങനെ അവൻ ഇങ്ങനെ നോക്കുമ്പോൾ കാൽമുട്ട് വിറയ്ക്കുന്നത് കണ്ടു. അവന് തോന്നി ജൈസ എങ്ങനെ ഖടേ ഖടേ അബി ഗിർജെ അവള് ഇപ്പം നിന്ന് ഇപ്പം വീട് പോകുമെന്ന് അവന് തോന്നി. സുരേന്ദ്രജി മാഡ് സാബിനെ അപ്പോഴേക്ക് സുരേന്ദ്രജി മാസ്റ്റർ കോപ്പിക്കോ അവളുടെ കോപ്പിയെ ഉസ്കെ ബൈറ്റിനേക്ക് ജഗ പർ അവൾ ഇരിക്കുന്ന പ്ലേസിലേക്ക് ഫേങ്ക് തെഹുയെ വലിച്ചെറിഞ്ഞുകൊണ്ട് കഹാ പറഞ്ഞു ബൈറ്റ് അപ്പനി ജഗ പർ പോയിരിടെ സ്വന്തം സ്ഥലത്ത് എന്ന് പറഞ്ഞു. അവളുടെ നോട്ട് ബുക്ക് അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ നോട്ട് ബുക്ക് അവളുടെ കൈ കൊടുത്താൽ മതി, അവളങ്ങ് നടന്നു പോയിക്കോളും. അതിന് പകരം അദ്ദേഹം ഒറ്റയാണ് കോഴി പറക്കുന്ന പോലെ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ നോട്ട് ബുക്ക് പോയി പറന്ന് ചിതറി വീണു. എന്നിട്ട് പോയിരിടെ എന്ന് പറഞ്ഞു. വേല അങ്ങ് ദൈവമേ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പോയി. ഈ രംഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രംഗമാണ്. ഈ പാഠത്തിലെ ഒരു വില്ലൻ കഥാപാത്രത്തെ പോലെ കടന്നു വരുന്ന ഒരു അധ്യാപകനാണ് സുരേന്ദ്ര മാഷ്. അദ്ദേഹത്തിൻ്റെ ആ രംഗമേ കഴിഞ്ഞു. ഇനി ഈ പാഠത്തിൽ അദ്ദേഹം വരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് ഇവിടെ. മക്കളെ, ഈ 2 ഖണ്ഡികയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രധാനമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. സുരേന്ദ്ര മാഷ് ബേലാക്കെ ബാലോമേ പഞ്ച ഫസായ ബേലയുടെ മുടി കുത്തിപ്പിടിച്ചു. ഉസ് ദിൻ ആ ദിവസം ബേലാക്കി ഡയറി കൽപ്പന കർക്കിലേക്ക് ആ ദിവസം ബേല എഴുതിയ ഡയറി എങ്ങനെയായിരിക്കാം ഭാവനയിൽ തയ്യാറാക്കാൻ 4 മാർക്കിൻ്റെ ചോദ്യം. മക്കളെ, ഡയറി എഴുതുന്ന സമയത്ത് ആദ്യം നമ്മളിവിടെ തീയതിയാണ് എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾ താരിഖ് എന്നത് ഡോട്ട് താരി ഇത് സാങ്കല്പിക കഥകളാണല്ലോ. എന്നിട്ട് നോക്ക്, മിനിമം 8 വാക്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളിത് കുറച്ചുകൂടി ഉണ്ട്. നോക്കി 8 വാക്യങ്ങൾ ഉണ്ടായിരിക്കണം മിനിമം. ഓക്കെ, ആജ് കാ ദിൻ മേ ഭൂൽ നെയ് സക്ത ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ആജ് ബി ഇന്നും ഹംനെ ഞങ്ങൾ ഡർക്കർ പേടിച്ചിട്ട് സുരേന്ദ്രജി മാഡ് സാബുക്കോ സുരേന്ദ്ര മാഷ കക്ഷാമേ ഇന്തസാർ കിയ ക്ലാസ്സിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മാസ്റ്റർ ജി കക്ഷാമേ ആക്കർ ക്ലാസ്സിൽ വന്നിട്ട് കോപ്പി ജാഞ്ച് കർണയിലേക്ക് കോപ്പി ചെക്ക് ചെയ്യാൻ തുടങ്ങി. വേ മേരെ കോപ്പി ദേക്കർ അദ്ദേഹം എൻ്റെ കോപ്പി കണ്ടിട്ട് ബാലോമേ പഞ്ചാ ഫസായ എന്തിനാണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ മുടി കുത്തിപ്പിടിച്ചു. ഫിർ മേരാ കിതാബുക്കു എന്നിട്ട് എൻ്റെ പുസ്തകത്തെ അപ്പനെ ബൈറ്റിനേക്ക് ജഗ കി ഓർ ഞാനിരിക്കുന്ന സ്ഥലത്തിന് നേരെ ഫേങ്കു തെഹുയെ കഹ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ബൈറ്റ് അപ്പനി ജഗ പർ പോയിരിടിയെ സ്വന്തം സ്ഥലത്ത് നിന്ന്. മേൻഡർ ഗൈ ഞാൻ പേടിച്ചുപോയി. മുച്ചേ മാലൂനെ ഹീതി എനിക്കറിയില്ലായിരുന്നു ഇടതുവശത്ത് വള്ളിയുടെ കീഴർത്ഥം എന്തെന്നാൽ അപ്പനി ഗലത്തി ക്യാഹെ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന്. സുരേന്ദ്ര മാസ്റ്റർ സദാ എപ്പോഴും അപ്പനി തരഫ്സെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സോച്ചത്തെ ചിന്തിക്കുന്ന മനുഷ്യനാണ്. ബച്ചോങ്കെ തരഫ്സെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വ കബീബി അദ്ദേഹം ഒരിക്കൽ പോലും സോച്ചത്തെ ചിന്തിക്കാറുന്നില്ല. ആജ് മേ സാഹിൽ കെ സാമനെ ഇന്ന് ഞാൻ ക്ലാസ്സിൽ സാഹിലിന് മുൻപിൽ ശരം ഹുയി നാണം കെട്ടുപോയി. ആജ് കാ പൂരാ ദിൻ ഇന്നത്തെ ദിവസം മുഴുവൻ ഖറാബ് ദി മൊത്തത്തിൽ തകരാറായിരുന്നു. ഐസ ലക്താഹെ എനിക്ക് അങ്ങനെ തോന്നുന്നു കി എന്നാൽ മാഡ് സാബ് കാ ഹാത്ത് ആ മാസ്റ്ററുടെ കൈ അബ് ബി മേരെ ബാൽ പർ ഹെ ഇപ്പോഴും ആ കൈ എൻ്റെ മുടിയിൽ തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബൗത്ത് നീന്താരഹിയെ എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. സമയം ബൗത്തുക സമയം ഒരുപാടായി. അബ് സോനെ ജാത്തിയും ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതാണ് മക്കളെ അന്ന് ബേല എന്ന ഡയറി. ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് സുരേന്ദ്രജി മാഡ് സാബിനെ, സുരേന്ദ്ര മാഷ് ബേലാക്കെ ബാലോമേ പഞ്ചാ ഫസായ, ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു അല്ലേ. ഉസ് ദിൻ, ആ ദിവസം ബേലാനെ അപ്പനെ മിത്രക്കോ എക്ക് പത്രിക, ആ സംഭവം നടന്നതിന് ശേഷം ബേല തൻ്റെ കൂട്ടുകാരിക്ക് ഒരു കത്തെഴുതി. വോ പത്ര കൽപ്പന കർക്കെ ലിഖെ, ആ കത്ത് എങ്ങനെ ഇരിക്കാം ഒന്ന് ഭാവനയിൽ എഴുതാൻ. അതുമായി ബന്ധപ്പെട്ടൊരു ഡയറി എഴുതി സുഹൃത്തിന് എന്ന കത്ത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അങ്ങനെ വന്നാൽ ഇതാണ് ആ കത്ത്. നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാനിത് കുറച്ചുകൂടി വലുതാക്കി വെക്കാം. നോക്കൂ, ആദ്യം ഒരു കത്ത് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കത്തിൻ്റെ ബോഡി ഓഫ് ലെറ്റർ തന്നെ ഗംഭീരമായി കഴിഞ്ഞാൽ നിങ്ങൾ 2 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, പിന്നെ ഇൻട്രൊഡക്ഷനും ഉപസംഹാരവും ഉണ്ടെങ്കിൽ 1 മാർക്കും കൂടി ഉറപ്പാണ്. കണ്ടന്റ് ഉണ്ടെങ്കിൽ 1 മാർക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് 4 മാർക്ക് വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ കത്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ഷീറ്റ് പേപ്പറിൽ ലേഔട്ടൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കണം. അങ്ങനെ എഴുതുമ്പോൾ കത്തിൻ്റെ വലതുവശത്ത് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് സ്ഥാൻ താരിഖ് എന്ന് എഴുതി വെക്കണം. സ്ഥലവും തീയതിയും. നിങ്ങൾ സ്ഥലം എഴുതിയിട്ടില്ലെങ്കിൽ തിരക്കേടില്ല, ഡേറ്റ് എഴുതിയില്ലെങ്കിൽ തിരക്കേടില്ല, പക്ഷേ അവിടെ മെൻഷൻ ചെയ്യണം സ്ഥാൻ താരിഖ്, ഇവിടെ സ്ഥലവും തീയതിയുടെ സ്ഥലമാണ്. എന്നിട്ട് പ്രിയ സഹേലി, പ്രിയപ്പെട്ട കൂട്ടുകാരി. ആദ്യം കത്തിന് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഒരു അഭിസംബോധന, പിന്നൊന്ന് വിഷയം, പിന്നൊന്ന് ഉപസംഹാരം. ആദ്യം നമ്മൾ അഭിസംബോധനയാണ്. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ. തുംസേ മിൽനേക്ക്, നിന്നെ കാണാനുള്ള ഇച്ഛാസെ, ആഗ്രഹം കൊണ്ട് മൻ ഭർഗയ, നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. കൽ മുച്ചെ ബോത്ത് ദുഃഖുക, ഇടി ഇന്നലെ എനിക്ക് വലിയൊരു ദുഃഖമുണ്ടായി. യേ തുംസേ ബത്താനേക്കിലി, ഇത് നിന്നോട് പറയാൻ വേണ്ടി മേ യേ പത്ര ലിഗ്രഹിഹും, ഞാൻ ഈ കത്തെഴുതുന്നത്. ഇൻട്രൊഡക്ഷനായി. ഇനി വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കൽ സുരേന്ദ്രജി മാഡ് സാബ്, ഇന്നലെ സുരേന്ദ്ര മാസ്റ്റർ കോപ്പി ജാഞ്ചത്തെ സമയം ക്ലാസ്സിൽ വന്ന് കോപ്പി ചെക്ക് ചെയ്യുന്ന സമയത്ത് മേരെ ഭാലോമേ പഞ്ച ഫസായ, എൻ്റെ മുടിയിൽ കൂട്ടിപ്പിടിക്കുകയുണ്ടായത്. മേത്തോ സഹി രൂപസേ, ഞാൻ ശരിയായ രൂപത്തിൽ ഗണിത് ലിഖീതി, മാത്തമാറ്റിക്സ് ചെയ്തിട്ടുണ്ട്. ഫിർബി, എന്നിട്ടും ഉസ്നെ ഗുസ്സേ സേ കഹ, അദ്ദേഹം ദേഷ്യത്തോടു കൂടി എന്നോട് പറഞ്ഞു. വൈറ്റ് അപ്പനി ജഗപ്പർ, പോയിരിയുടെ സ്വന്തം സ്ഥലത്ത് എന്ന്. അബീബി മുച്ചേ മാലു നഹിക്ക്, എപ്പോഴും എനിക്കറിയില്ല. എൻ്റെ പുസ്തകം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ പോയിരിയുടെ സ്വന്തം സ്ഥലത്ത് നിന്ന്. ഇപ്പോഴും എനിക്കറിയില്ല. മേരി ഗലത്തി ക്യാഹെ, എൻ്റെ തെറ്റെന്താണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇതൊന്നും അധ്യാപനം ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്ത വർക്കൊക്കെ ശരിയാണ്. മേ സബ് കെ സാമനെ, ഞാൻ എല്ലാവരുടെ മുൻപിൽ, ഖാസ്കർ വിശേഷിച്ച് സാഹിൽ കെ സാമനെ ശരം ഹുയി, സാഹിലിൻ്റെ മുൻപിൽ നാണം കെട്ടുപോയി. അബ് സ്കൂൾ ജാനേക്ക മൻ ഹി നഹി, ഇപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ തന്നെ മനസ്സില്ല. തും ബതാവോ, നീ പറയൂ. മേ ക്യാ കരൂ, ഞാൻ ഇനി എന്ത് ചെയ്യും. ജറൂർ ലിഖ്ന, നീ തീർച്ചയായും എനിക്ക് എഴുതണം. മാം ബാപ്പുക്കോ, ഉപസംഹാരാണ് പിന്നീട്. മാം ബാപ്പുക്കോ മേരാ പ്രണാം, അപ്പനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം അറിയിക്കണം. ഛോട്ടാ ബായിക്കോ പ്യാർ, കൊച്ചനിയന് എൻ്റെ സ്നേഹം അറിയിക്കണം. സസ്നേഹ്, സ്നേഹത്തോടി. സിഗ്നേച്ചർ ഇടുന്നു ബേല. ഈ കത്തിനെ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആളെ കയ്യിൽ കിട്ടില്ലല്ലോ. ആ കത്തിനെ, ഒരു A4 ഷീറ്റിൽ എഴുതിയ കത്തിനെ മടക്കി നമ്മളൊരു കവറിലിടണം. എന്നിട്ട് കിട്ടേണ്ടുന്ന ആളിൻ്റെ അഡ്രസ്സ് ചെയ്യണം. എന്തെങ്കിലല്ലേ കത്ത് പോവും. ആ കവറാണ് ഇത്. ഓക്കെ, ആ കത്തിൻ്റെ മുകളിൽ നമ്മൾ ഇംഗ്ലീഷിൽ 2 എന്ന് എഴുതുന്നതിന് പകരം സേവാമേ എന്ന് എഴുതി, എന്നിട്ട് നാം പദ എന്ന് എഴുതിയാൽ മാത്രം മതി. ഇത്ര എഴുതി വെച്ചാൽ നമുക്ക് 4 മാർക്ക് ഗംഭീരമായി. ഇതാണ് മക്കളെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് വരാവുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോൾ സാഹിലും ബേലയും വീർബോഡിൽ തെരയുന്ന രംഗത്തെക്കുറിച്ച് പറഞ്ഞു, കടയിൽ മഷി വാങ്ങുന്ന രംഗം പറഞ്ഞു, സുരേന്ദ്ര മാഷ് ക്ലാസ്സിൽ ഉണ്ടാക്കുന്ന ഭീകരാന്തരീക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്ക്, ചരിത്ര ചിത്രൻ സുരേന്ദ്ര മാഷ്, സുരേന്ദ്ര മാഷിയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചോദിച്ചാൽ ചോദ്യം ഇതാണ്. വീർബഹൂട്ടി പാടിക്ക് ആധാർ പർ, വീർബഹൂട്ടി എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ട് സുരേന്ദ്ര മാഡ് സാബിക്ക്, സുരേന്ദ്ര മാസ്റ്ററുടെ ചരിത്ര ചിത്രൻ ലിഖിയെ, സ്വഭാവ സവിശേഷതകൾ അഥവാ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ശ്രീ പ്രഭാത്ജിനെ ലിഖേ ഹുയി, ശ്രീ പ്രഭാത്ജി എഴുതിയ ഏക് സുന്ദർ കഹാനി ഹേ വീർബഹൂട്ടി, ഒരു ബ്യൂട്ടിഫുൾ ആയ കഥയാണ് വീർബഹൂട്ടി എന്ന് ആരെഴുതിയതാണെന്നും പാഠം ഏതാണെന്ന് എഴുതി. ഈസ് കഹാനിക്ക് ഏക് പ്രധാന പാത്ര ഹേ, ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുരേന്ദ്ര മാഡ് സാബ്, സുരേന്ദ്ര മാഷ് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താണ്? വേ സാഹിൽ ഓർ ബേലാക്കെ, അദ്ദേഹം സാഹിലിൻ്റെയും ബേലയുടെയും സ്കൂളിലെ ഗണിത കെ അധ്യാപക, മാത്തമാറ്റിക്സിൻ്റെ അധ്യാപകനാണ്. വേ സ്വഭാവ് സെ, അതേ സ്വഭാവം കൊണ്ട് ഗുസ്സാലു ഹെ, ദേഷ്യക്കാരനാണ്. ബച്ചെ ഉൻകെ, കുട്ടികൾ അദ്ദേഹത്തിൻ്റെ നാം സുൻതേ ഹി, പേര് കേൾക്കുമ്പോൾ തന്നെ ഡർ ജാത്തെ ഹെ, പേടിച്ചു പോകുന്നതാണ്. കാണുകയും കൂടി ചെയ്യുമ്പോൾ അതിൽ ഭീകരമാവും. ഉൻകെ പീരീഡ് കെ, അദ്ദേഹത്തിൻ്റെ പീരീഡിൻ്റെ 2 മിനിറ്റ് പഹലെ ഹി, 2 മിനിറ്റ് മുമ്പേ തന്നെ ബച്ചേ, കുട്ടികൾ അപ്പനെ അവരവരുടെ
ജഗഹോം പർ സ്ഥലത്ത് ആക്കർ ബൈഡ് ജാത്തത് വന്നിരിക്കുമായിരുന്നു. ജരാസി അല്പമെങ്കിലും ഗലത്തി പർ തെറ്റ് വന്നാൽ അദ്ദേഹം ബച്ചോങ്കോ മാർത്തതെ അദ്ദേഹം കുട്ടികളെ അടിക്കുമായിരുന്നു. ബച്ചോങ്കോ കുട്ടികളെ ഇതർ ഉദർ ഫേങ്കുതത്തെ അവിടെ ഇവിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. യാ അല്ലെങ്കിൽ ചാപ്പട് മാറലേക്കത്തെ ഈ പൊതിരെ തല്ലു നിർത്താതല്ലുന്നു. ഉൻക ഹാത്ത് ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കൈ ചലന ശുരു ഹോത്താത്തോ അടിക്കാൻ തുടങ്ങിയാൽ രുക്കന ഭൂൽ ജാത്താത നിർത്താൻ മറന്നു പോകുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. ഇനിയോ ലാസ്റ്റ് പറയും നോക്ക്, ബച്ചോക്കെ കുട്ടികളുടെ മന്മേ മനസ്സിൽ ഖുഷി ബർക്കർ. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയായിരിക്കണം? ആദ്യം കുട്ടികളെ ഗുഡ് മോർണിംഗ് ഒക്കെ സ്വീകരിച്ച് കുട്ടികൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കുട്ടികളുടെ സന്തോഷങ്ങളൊക്കെ നിറച്ച് സബ്ജക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വളരെ രസകരമായി അവരെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? ബച്ചോക്കെ മന്മേ കുട്ടികളുടെ മനസ്സിൽ ഖുഷി ബർക്കർ സന്തോഷം നിറച്ചതിന് ശേഷം ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം പൈതാക്കർക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പടായി കർണേക്ക പഠിപ്പിച്ചെടുക്കാനുള്ള ക്ഷമത കഴിവ് സുരേന്ദ്ര മാഡ് സാബ് പർണഹീദ് സുരേന്ദ്ര മാഷിക്കില്ലായിരുന്നു. ആജ്ക്ക് ഇന്നത്തെ ജമാനേമേ കാലഘട്ടത്തിൽ ഈ തരഹക്കെ അധ്യാപകർ ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകർ ബച്ചോക്കെ പടായിക്ക് സാമനെ കുട്ടികളുടെ പഠനത്തിൻ്റെ സുഖകരമായ സന്തോഷകരമായ ഹാപ്പി നിറഞ്ഞ പഠനത്തിന് മുൻപിൽ ഏക്ക് രുക്കാവട്ട് ഹിഹെ ഒരു രുക്കാവട്ട് തടസ്സം തന്നെയാണ്. ഇതാണ് സുരേന്ദ്ര മാഷയെക്കുറിച്ചുള്ള നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്. ഇതാണ് ഏറ്റവും പ്രധാനമായ ഈ ഭാഗങ്ങളിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ പാഠങ്ങളിൽ നിന്ന് വേറെ പ്രധാനമായ ഭാഗങ്ങൾ പഠിക്കാനുള്ളത്. ഇനി സ്കൂൾ തുറന്ന് അന്ന് സ്കൂൾ അടയ്ക്കുന്നു. ഈ സ്കൂൾ തുറന്നിട്ട് ഒരു ദിവസം ബേല തലയിൽ ബാൻഡേജുമായി വരുന്നുണ്ട്. സാഹിലിൻ്റെ പിണ്ടലിയിൽ കാലിൻ്റെ പിറകുവശത്ത് മാംസള ഭാഗത്ത് സ്റ്റൂളിൻ്റെ ഊഞ്ഞാലാടുന്ന സമയത്ത് സ്റ്റൂളിൻ്റെ ആണി കയറി പോകുന്നുണ്ട്. 5th സ്റ്റാൻഡേർഡിലെ റിസൾട്ട് വരുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനമായ 3 സന്ദർഭങ്ങൾ ബാക്കിയുണ്ട്. ആ 3 സന്ദർഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. ആ കാര്യങ്ങളുമായിട്ട് സാർ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ ഇതൊന്ന് ഗംഭീരമായിട്ട് പഠിക്കുക. ബായ്.